മത്തായി സുവിശേഷം 24-25 അധ്യായങ്ങൾ ഒലിവുമലയുടെ പടിഞ്ഞാറെ ചരിവിൽ അസ്തമാന സൂര്യൻ്റെ കിരണങ്ങളേറ്റ് വെട്ടിത്തിളങ്ങുന്ന യെരൂശലേം ദേവാലയത്തെ നോക്കിക്കൊണ്ട് അതിന് വരാൻ പോകുന്ന വിപത്ത് കണ്ടുകൊണ്ട് ദൈവപുത്രൻ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ, പ്രത്യേകിച്ച് പത്രോസും യാക്കോവും യോഹന്നാനും അവൻ്റെ അടുക്കൽ വന്ന് ചോദിച്ച 3 ചോദ്യങ്ങളുടെ മറുപടിയാണ്. അതപ്പോൾ സംഭവിക്കും. യെരൂശലേം ദേവാലയത്തിൻ്റെ നാശം അതപ്പോൾ സംഭവിക്കും. അങ്ങയുടെ വരവിൻ്റെ അടയാളം എന്ത്? ഈ യുഗം എപ്പോൾ അവസാനിക്കും? അതിനുള്ള മറുപടിയാണ് 24-25 അധ്യായങ്ങൾ. മർക്കോസ് സുവിശേഷം 13 അധ്യായം, ലൂക്കോസ് സുവിശേഷം 21 അധ്യായം. ഈ മത്തായി സുവിശേഷം നാം പഠിക്കുമ്പോൾ 5 ഉപമകൾ ഈ 24-25 അധ്യായങ്ങളുണ്ട്. ഒന്നാമത്തേത്, അത്തിയെ നോക്കി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത്, വിശ്വസ്തനും അവിശ്വസ്തനുമായ ദാസന്റെ. മൂന്നാമത്തേത്, കന്യകമാരുടെ. നാലാമത്തേത്, താലന്തുകളുടെ. അഞ്ചാമത്തേത്, ന്യായം വിധിക്കുന്ന ന്യായാധിപതിയുടെ. അതിൽ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദി അനോയിന്റിങ്? ഈ 5 ഉപമകളും അവസാനിപ്പിക്കുന്നത്, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഉണർന്നിരിപ്പീൻ, ഒരുങ്ങിയിരിപ്പീൻ, പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ ആ ഉപമയിൽ, നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഉപമയിൽ 2 കൂട്ടം ആളുകളുണ്ട്. ഇന്നലെ രാത്രി ഡോക്ടർ ജോർജ് തോമസ് വളരെ മനോഹരമായി അതിൻ്റെ പശ്ചാത്തലം വിവരിച്ചു. ഇത് നാട്ടുകാരോടുള്ള പ്രസംഗമല്ല, ഇത് അപ്പം തിന്നാൻ കൂടെ നടന്നവരുടെ കൂട്ടത്തിലുള്ള പ്രസംഗമല്ല. ശിഷ്യന്മാർ തനിച്ചിരിക്കുമ്പോൾ, only for the disciples, അവരോടാ പറയുന്നേ. പക്ഷെ അതിൻ്റെ അകത്ത് 2 കൂട്ടർ, ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. ഒന്ന് prudent, the other one is foolish. എന്താണ് വ്യത്യാസത്തിന് കാരണം? ഒരു കൂട്ടർ പാത്രത്തിനകത്ത് എക്സ്ട്രാ ഓയിൽ എടുത്തു. വിളക്കിലെണ്ണയുണ്ട് 2 കൂട്ടർക്കും. എന്നാൽ ബുദ്ധിയുള്ളവർ പാത്രത്തിൽ എക്സ്ട്രാ ഓയിൽ സംഭരിച്ചു. ബുദ്ധിയില്ലാത്ത ഒരു വിളക്കായിട്ട് വന്നു, പാത്രം എടുത്തില്ല, എക്സ്ട്രാ ഓയിലില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഓയിലൊക്കെ കത്തിത്തീർന്നു. എല്ലാവരും ഉറക്കമായി. ഇപ്പം നല്ല സുഖമാണല്ലോ ഉറങ്ങാൻ. ആരും ഉറങ്ങല്ലേ? ആരും ഉറങ്ങരുത്. എല്ലാവരും ഉറക്കമായി. ഇന്നത്തെ സഭയെ നാം നോക്കുമ്പോൾ, പാരമ്പര്യ സഭകൾ എന്ന് അവകാശപ്പെടുന്നവർ ശരിക്കും ഉറക്കത്തില്ല, ഉറക്കമായി. ബുദ്ധി ഉള്ളവരും ബുദ്ധി കെട്ടവരും ഉറങ്ങി. എന്നാൽ അർദ്ധരാത്രിക്ക് ഒരാർപ്പ് വിളി മുഴങ്ങുന്നു. ഇപ്പം നമ്മുടെ ചുറ്റും കാണുന്നൊക്കെ ആ ആർപ്പ് വിളി ഇവിടെ പ്രതിധ്വനികളാണ്. ഇറാനിലും ഇറാഖിലും മധ്യപൂർവ്വദേശത്തും അമേരിക്കയിലും കേരളത്തിലും ഒക്കെ നടക്കുന്നത് മണവാളൻ വരാൻ സമയമായി എന്ന് അതേ ഉള്ള ആർപ്പുളിയാണ് നടക്കുന്നത്. ഉണരുന്നെങ്കിൽ ഇപ്പോഴെങ്കിലും ഉണരണം, ഇപ്പോഴെങ്കിലും ഉണരണം. സ്തോത്രം.
ഞാൻ ഒരു 60 വർഷത്തോളം ആകുന്നു പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. 1967 ഞാൻ ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിൻ്റെ അടുക്കൽ IPCയുടെ ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ ആദ്യമായി പ്രസംഗിച്ചപ്പോൾ 1.5 മണിക്കൂർ പ്രസംഗിച്ചു. എന്തൊക്കെ പ്രസംഗിച്ചെന്ന് എനിക്കൊരു ഓർമ്മയില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ തലമുറയിൽ എൻ്റെ യേശു കർത്താവ് മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾക്കറിയാം, ഇവിടെ നിൽക്കാൻ ദൈവം എനിക്ക് ആയുസ് നീട്ടിത്തന്നതുകൊണ്ട്, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കർത്താവ് ആരോഗ്യം തന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ടെമ്പിൾ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ 65 ലിറ്റർ ഓക്സിജൻ വലിച്ചുകൊണ്ട് കിടക്കുമ്പം എന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ അവർ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ദുഷ്ടപിശാചിൻ്റെ തോളെ കയറിയിരുന്ന് എൻ്റെ ചെവി കടിച്ചു പറിച്ച് എന്നെ പരിഹസിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, നീ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി പ്രസംഗിച്ചല്ലോ, നിന്റെ തലമുറയിൽ യേശു വരുമെന്ന്. ഇതോടെ നീ തീരുക. ഈ വെന്റിലേറ്ററിനകത്ത് നിന്ന് നീ ഇറങ്ങില്ല. എന്തിയാ നിൻ്റെ യേശു? വെറുതെയാ, വരില്ല. ചുറ്റുമുള്ളവരെങ്ങനെയാണ് കേട്ടതെന്ന് എനിക്കറിയില്ല. മൊഴി ശക്തി എടുത്തുകൊണ്ട് ഞാൻ ആത്മനിറവിൽ അവനോട് പറഞ്ഞു, ഇങ്ങനെ, യു ഡർട്ടി ഡെവിൾ, get behind me. You are not going to determine my destiny. It is already destined by my Lord, who crushed your head and made it a chammandi. ഇന്നെനിക്ക് ഭയങ്കര ഉറപ്പാ, എൻ്റെ തലമുറയിൽ യേശു വരും. സംശയമൊന്നും വേണ്ട, എൻ്റെ തലമുറയിൽ യേശു വരും. ആർ യു റെഡി? നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മളെ കൊണ്ടുപോകുമോ? വില കൊടുക്കുമെങ്കിൽ കൊണ്ടുപോകും. വില കൊടുത്ത ചിലരെങ്കിലും ഞാൻ തിരിപ്പുണ്ട്. വില കൊടുത്ത ചിലരെങ്കിലും ഇതിനകത്തുണ്ട്. അവരാവലോടെ കാത്തിരിക്കുക. മറ്റൊന്നും അവരുടെ ശ്രദ്ധയെ തിരിക്കുന്നില്ല. ലോകത്തിൻ്റെ യാതൊരു ശക്തിക്കും അവരുടെ ആ ചിന്തയിൽ നിന്ന് അവരെ വേർതിരിക്കാൻ കഴിയില്ല. ആ ശൂലേമി പാടിയതുപോലെ, ആമേൻ, യെരൂശലേം പുത്രിമാർ എൻ്റെ ചുറ്റും നിന്ന് പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ ഇല്ല. മണ്ണെ പ്രതി ഞാൻ മാണിക്യം വിടില്ല. ഇന്ന് മണ്ണെ പ്രതിയും പൊന്നെ പ്രതിയും പെണ്ണെ പ്രതിയും മാണിക്യം കൈവിട്ടിട്ട് ലോകത്തിൻ്റെ പിന്നാലെ സഭയെന്ന് അവകാശപ്പെടുന്ന ജനതയെ പിന്മാറുമ്പോൾ ശ്രദ്ധിക്കൂ. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നേ? സ്തോത്രം. എണ്ണ, ഈ എക്സ്ട്രാ ഓയിൽ എന്തുവാ? ഈ ബേണിംഗ് ലാമ്പ് എന്ന് പറയുന്നത് വിശ്വാസത്തെ കൂടെ കാണിക്കുന്ന. എന്നാൽ എന്താ ഈ എക്സ്ട്രാ ഓയിൽ? അതിന് പത്രോസ് ശ്ലീഹ പറയുന്ന ഒരു വേദഭാഗം ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതിങ്ങനെയാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രജയവും, ഇന്ദ്രജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. അതാ എക്സ്ട്രാ ഓയിൽ. വിളക്ക് കത്താൻ എണ്ണയുണ്ട്, അത് കത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇന്നലെ രാത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഒത്തിരി നാൾ കത്തില്ല. എണ്ണ തീരും, കത്തിത്തീരും, പിന്നെ കരിന്തിരി കത്തും, പിന്നെ അണയും,
സ്തോത്രം. അപ്പം എക്സ്ട്രാ ഓയിൽ വേണം. എക്സ്ട്രാ ഓയിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മുടെ അകത്തുണ്ട്. പക്ഷേ പ്രാപിച്ച അഭിഷേകത്തിൽ നടക്കാൻ, അതിനനുസരിച്ച് ജീവിക്കാൻ പലർക്കും കഴിയുന്നില്ല. പലർക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പോലും അറിയത്തില്ല. എഫേസോസ് വിശ്വാസികൾ പറഞ്ഞ പോലെ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് കേട്ടിട്ട് പോലും ഇല്ല. സ്തോത്രം. എന്നാൽ അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മുടെ അകത്തുണ്ട്. പക്ഷെ അതിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ വില കൊടുക്കണം. സ്തോത്രം. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന, പത്രോസ് പറയുന്ന ഒരു വാക്ക് കേട്ടോ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. സ്തോത്രം. NLT ആ വാക്യം ഞാൻ ഒന്ന് വായിക്കട്ടെ. Then God will give you a grand entrance into the eternal kingdom of our Lord and Savior Jesus Christ. A grand entrance. സ്തോത്രം. കോമൺ വേർഷനിൽ നോക്കിയേ. Then Lord Jesus Christ will give you a glorious welcome. അതിന് അനദർ ട്രാൻസ്ലേഷൻ, a rich welcome. മണവാളം വന്നപ്പോഴേ ബുദ്ധിയുള്ള കന്യകമാർക്ക് കിട്ടിയ വെൽക്കം എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് എ ഗ്ലോറിയസ് വെൽക്കം. ഇറ്റ് വാസ് എ റിച്ച് വെൽക്കം. ഇറ്റ് വാസ് എ ഗ്രാൻഡ് വെൽക്കം. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം? ദേ ഹാഡ് എക്സ്ട്രാ ഓയിൽ. ദേ ഹാഡ് എക്സ്ട്രാ ഓയിൽ. അതെ, അഭിഷേകത്തിൻ്റെ വില അറിയണോ? ഈ അഭിഷേകത്തിന് വേണ്ടി ഒരു കാര്യമുണ്ട്, അത് ഓയിലാണ്. അത് ഓയിൽ, തേങ്ങ എണ്ണയും കൊണ്ട് വന്നാലൊന്നും അഭിഷേകം നടക്കത്തില്ല. സ്തോത്രം. ഗ്രനോള ഓയിലും കൊണ്ടുവന്നാലൊന്നും പരിപാടി നടക്കില്ല. അഭിഷേകത്തിൻ്റെ ഓയിലിന് പ്രത്യേകതയുണ്ട്, അത് ഒലിവ് ഓയിലാണ്. സ്തോത്രം. ഈ ഒലിവ് ഓയിൽ വേണമെങ്കിലേ വില കൊടുത്തേ പറ്റൂ. അത് ആദ്യം കുലുക്കും. ഒലിവ് വൃക്ഷം കുലുക്കി ഈ ഒലിവ് കായ്കളെല്ലാം താഴെയിടണം. പിന്നെ അത് പ്രസ്സിൽ, അതേ ചക്കിൽ ആട്ടിയെടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ, നിന്നെ കുലുക്കും. നിന്റെ കംഫർട്ട് സോണിൽ നിന്നെ കുലുക്കും. നിന്റെ സ്വാർത്ഥതയുടെ ആ കൂടാരത്തിൽ നിന്ന് നിന്നെ ഒതുക്കി കൂട്ടി ഇളക്കും. സ്തോത്രം. ഹല്ലേലൂയ. നാം പിടിച്ചു വെച്ചേക്കുന്ന പല, നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള, നമുക്കൊത്തിരി പ്രിയങ്കരമായ പലതിൽ നിന്നും നമ്മെ കുലുക്കുവെന്നേ. സ്തോത്രം. Until and unless you are shaken from your comfort zone, you cannot pay the price. And then you have to go through that press. നമ്മളെല്ലാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട എല്ലാവരും ഒത്തിരി ചക്കിലാട്ടപ്പെട്ടവരല്ലേ? ഇന്നത്തെ പല പെന്തിക്കോസ്തുകാരെയും കാണുമ്പം എനിക്ക് ഭയങ്കര വിഷമാണ്. ഇന്നത്തെ പല തലമുറയും കാണുമ്പം ഭയങ്കര വിഷമാണ്. ഈ കോൺഫറൻസിലൊക്കെ കയറി നിന്നുകൊണ്ട് നെഞ്ചത്തോട്ടടിച്ച് വെച്ച് ചില പുള്ളികളൊക്കെ ഭയങ്കര അഭിമാനത്തിൽ പറയും, ഞാൻ 3-ാം തലമുറയാണ്. അടുത്തവൻ പറയും, ഞാൻ 4-ാം തലമുറയാണ്. എൻ്റെ വലിയപ്പൻ പറഞ്ഞ അന്നേരം എല്ലാം എൻ്റെ ചെവിയിലോട്ട് വരും, എടാ മോനെ 3-ാം തലമുറ മുടിക്കുവടാ, 4-ാം തലമുറ നടക്കല്ലൂടെ ഇളക്കുവടാ. ഇന്ന് പെന്തക്കോസ് കോളത്തിന് വന്ന അധപ്പതനം, അപച്യുതി ഒറ്റ കാരണമുള്ളൂ. ഈ 3-ാം തലമുറക്കാരെല്ലാം കയറി, ഈ 4-ാം തലമുറക്കാരെല്ലാം കയറി പെന്തക്കോസിനെ തകർക്കുക, പെന്തക്കോസിനെ നശിപ്പിക്കുക. എന്നാൽ അതിൻ്റെ നടുവിൽ വില കൊടുത്തവൻ ഇരുന്ന് വീർപ്പ് മുട്ടുക, വില കൊടുത്തവൻ നിലവിളിക്കുക. വില കൊടുത്തത് കണ്ട പ്രിയ അമ്മച്ചിമാരും അപ്പച്ചന്മാരും നിലവിളിക്കുക, കണ്ണുനീര് വാർക്കുക. വില കൊടുത്തവർ വില കൊടുക്കണം.
shaken and pressed, crushed and shaken and crushed. അതാ വില എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാർത്ഥത മുഴുവൻ മരിക്കണം. നമ്മുടെ സ്വാർത്ഥത മുഴുവൻ തീരണം. കർത്താവ് തൻ്റെ ജനത്തെ വിളിച്ചപ്പം, ശിഷ്യന്മാരെ വിളിച്ചപ്പം കം ആൻഡ് ഡൈൻ വിത്ത് മീ എന്നല്ല പറഞ്ഞേ, അത് ഒടുക്കം പറഞ്ഞു. പ്രാതലെല്ലാം റെഡിയാ, വന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിച്ചോളാൻ ഒടുക്കം പറഞ്ഞു. എന്നാൽ ആദ്യം പറഞ്ഞ അങ്ങനെയല്ല, കം ആൻഡ് ഡൈ വിത്ത് മീ. ഒരുവൻ എൻ്റെ പുറകെ വരാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് അവൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അതാ വില. വിലയെന്ന് പറയുന്നത് സെൽഫ് സാക്രിഫൈസാണ്. നോട്ട് മൈ കിങ്ഡം, നോട്ട് മൈ ഗ്ലോറി, നോട്ട് മൈ പവർ, നോട്ട് മൈ വേ ബട്ട് ദൈ വേ, നോട്ട് മൈ കിങ്ഡം ബട്ട് ദൈ കിങ്ഡം, നോട്ട് മൈ ഗ്ലോറി ബട്ട് ദൈ ഗ്ലോറി. എല്ലാവരും വില കൊടുത്തവരാ. വിശ്വാസവീരന്മാരെ മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പം എല്ലാം വില കൊടുത്തവരാ. സത്യ ആരാധനയ്ക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായ ആബേൽ കൊടുത്തത് ജീവനാ, സ്വന്തം ജീവൻ. അബ്രഹാം കൊടുത്തത്, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അവൻ കൊടുത്തത്, ആമേൻ, സ്വന്തം ഭവനം, സ്വന്തം ദേശം, ആമേൻ, പ്രിയപ്പെട്ടതെല്ലാം വിട്ട് ദൈവം കാണിക്കാനിരിക്കുന്ന ദേശം എവിടേക്കെന്നറിയാതെ അവൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ എല്ലാം ത്യജിച്ച് അവൻ ഇറങ്ങിയത്. നോഹ തനിക്കും തൻ്റെ കുടുംബത്തിനു വേണ്ടി വിശ്വാസത്താൽ അരുളപ്പാടുണ്ടായപ്പോൾ ഭയഭക്തി പൂണ്ട് ഒരു പെട്ടകം പണിതതിൻ്റെ പിന്നിൽ എല്ലാ റെഡിക്കൂളും, എല്ലാ നിന്നയും, എല്ലാ കളിയാക്കലും, എല്ലാ അപഹാസവും എല്ലാം സഹിച്ച് അവൻ ഇറങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. അതേ ഹാനോക്കിന് ഓരോ സ്റ്റെപ്പും അവൻ്റെ ചുവടടികൾ തന്നെയായിരിക്കാൻ, ദൈവത്തിൻ്റെ ചുവടടികൾ തന്നെയായിരിക്കാൻ വില കൊടുക്കേണ്ടി വന്നു. സ്തോത്രം. മോശ താൻ വിശ്വാസത്താൽ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങളെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിക്കുന്നത് തിരഞ്ഞെടുത്തിട്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ക്രൂശിൻ്റെ നിന്ന വിലയേറിയ ധനമെന്ന് എണ്ണേണ്ടി വന്നു. ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ സ്തോത്രം, പടകും വലയും അപ്പനെയും അമ്മയെയും ബന്ധക്കാരെയും വിട്ട് ഇറങ്ങേണ്ടി വന്നു കുരിശെടുത്തുകൊണ്ട്. വിലയുണ്ട്, വില കൊടുക്കണം. സ്തോത്രം, വില കൊടുക്കണം. നമ്മളെന്തായാലും ഒരുങ്ങി വന്നവരല്ലേ, പ്രത്യേകിച്ച് വില കൊടുക്കാൻ തയ്യാറുള്ളവരാ. ഈ സമയത്ത് എന്തായാലും വന്നേ 1 മണിക്ക് അത് ഊണും കഴിഞ്ഞിട്ട്, കോൺഫറൻസിൻ്റെ ഊണും കഴിഞ്ഞിട്ട് വില കൊടുക്കാൻ തയ്യാറില്ലേ? ഒരെണ്ണയുടെ കാണുമോ? കാണത്തില്ല. ഇത്രയും പേര് വന്ന് എനിക്ക് അത്ഭുതമാണ്. പിന്നെ ഇച്ചിരി അത്ഭുതക്കുറവുള്ളത് സഹോദരിമാരുടെ മീറ്റിങ്ങിൻ്റെ തൊട്ട് പുറയിലുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അവരോട് വന്നതുകൊണ്ടാണ് ഇത് ശരിയായത്. സ്തോത്രം, സ്തോത്രം. വില കൊടുക്കാൻ തയ്യാറാ. ആർ യു റെഡി? ആർ യു റെഡി? സ്തോത്രം. READY. That's the price. That's the price. Repent and obey. Repent and obey. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ എന്നാ ചെയ്യണം? പെന്തക്കോസ്ത് നാളിൽ 16-18 രാജ്യങ്ങളിൽ നിന്ന് വന്നവരുടെ ഏകസ്വരത്തിലുള്ള ചോദ്യമാണ്, ഞങ്ങൾ എന്നാ ചെയ്യണം? ഇന്ന് പകലിവിടെ വന്നേക്കുന്നവരുടെ ചോദ്യം കഴിഞ്ഞിട്ട്, ഇന്നലെ പാസ്റ്റർ തോമസ് എബ്രഹാമിൻ്റെ പ്രസംഗം ഞങ്ങളുടെ എല്ലാം ചങ്കൊത്തിട്ട് പൊട്ടിക്കുന്നായിരുന്നു, ചെവുക്കുറ്റിക്കിട്ട് പൊട്ടിക്കുന്ന അട്ടിയായിരുന്നു. ഞാൻ പണ്ടേ പ്രസംഗിക്കുമ്പം പറയും,
കർത്താവ് വരുന്നേ എന്നും പറഞ്ഞ് പ്രസംഗിച്ചും കൊണ്ട് വേദപുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ടവർ, കാഹളം മുഴങ്ങുമ്പം പോയാതെ പിറ്റേ ഞായറാഴ്ച വേദപുസ്തകം എടുത്തുകൊണ്ട് സഭായോഗത്തിന് വന്നാൽ നാട്ടുകാർ നിന്നെ നഞ്ചും പത്തൽ വെച്ച് കൈകാര്യം ചെയ്യും. അന്തിക്രിസ്തു വരാനൊന്നും കാത്തിരിക്കണ്ട. ഒരു ചോദ്യം ചോദിച്ചാൽ പാസ്റ്റർ അവസാനിപ്പിച്ചേ. ഒരു റിച്ച് വിൽക്കം നമുക്ക് കിട്ടാതെ, ഒരു ജനറസ് ആയിട്ടുള്ള ഗ്രാൻഡ് വെൽക്കം നമുക്ക് കിട്ടാതെ, ഒരു ഗ്ലോറിയസ് വെൽക്കം നമുക്ക് കിട്ടാതെ നമ്മൾ കൈവിടപ്പെട്ടു പോയിട്ട് പുറത്തു നിന്ന് നിലവിളിക്കുമ്പോൾ നിങ്ങളെ ഞാൻ ഒരു നാൾ മറിഞ്ഞിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ എന്തോ ആയിരിക്കും അത്? യോ, ഞാൻ എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ഇത്രയും ഓടിയിട്ട് ലങ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞൊരു ഡോക്ടർമാരെന്നോട് പറഞ്ഞത്, യു ആർ നോട്ട് സപ്പോസ് ടു പ്രീച്ച് എനിമോർ. ഞാൻ ചിരിച്ചോണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളോട് പ്രസംഗിക്കാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങത്തില്ലെന്ന്. ഐ നീഡ് 20 മിനിറ്റ്. അവരെനിക്ക് 25 മിനിറ്റ്സ് തന്നു. അടുത്ത മാസം ഞാൻ നാട്ടിലും പോയി പ്രസംഗിച്ചു. സ്തോത്രം, സ്തോത്രം. ഇങ്ങനെ ഓടി നടന്ന എനിക്ക് കർത്താവിൻ്റെ കാഹളത്തിങ്കിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ I cannot imagine that. നാട് വിട്ട് വീട് വിട്ട് നാമതയെ കൂട്ടം വിട്ട് നിന്നയും പരിഹാസമേറ്റ് അപ്പൻ്റെ തല്ലും കൊണ്ട് അമ്മയുടെ തുപ്പലുമേറ്റ് സത്യത്തിന് വേണ്ടി ഇറങ്ങിയ എനിക്കും നിനക്കും കർത്താവിൻ്റെ വരവിങ്കിൽ പോകാൻ പറ്റില്ലെങ്കിൽ അയ്യോ, അതെന്തായിരിക്കും? അതെന്തായിരിക്കുന്നേ? റിപ്പന്റ്, മാനസാന്തരപ്പെടൂ, മാനസാന്തരപ്പെടണം. നമ്മൾ നാട്ടുകാരെല്ലാം കാത്തിരിക്കുക. കള്ളു കുടിക്കുന്ന സണ്ണിച്ചായനും മറ്റൊന്നും ഞാൻ പറയുന്നില്ല, അവരൊക്കെ മാനസാന്തരപ്പെടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ വേദപുസ്തകത്തിൽ യേശു കർത്താവ് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു സ്വർഗത്തിൽ നിന്നുകൊണ്ട് മാനസാന്തരപ്പെടാൻ പറയുന്നത് നാട്ടുകാരോടല്ല, സഭക്കാരോടാണ്. സ്തോത്രം. നിൻ്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു, മാനസാന്തരപ്പെടൂ. സ്തോത്രം. അന്യ ആരാധനയ്ക്കും ദുരുപദേശത്തിനും നീ സ്ഥാനം കണ്ടിരിക്കുന്നു, അനുരഞ്ജനപ്പെട്ടിരിക്കുന്നു. മാനസാന്തരപ്പെടൂ. ജീവനുള്ളവന് നിനക്ക് പേരുണ്ടെങ്കിലും നീ ചത്തവനാ. മാനസാന്തരപ്പെടൂ. സ്തോത്രം. എനിക്കെല്ലാം ഉണ്ട്, ഒരു മുട്ടുമില്ല, എനിക്കുള്ളതുപോലെ വേറെ ആർക്കാ ഉള്ളേ എന്ന് ചോദിച്ച് അഹങ്കരിക്കുന്ന പെന്തിക്കോസുകാരാ. മാനസാന്തരപ്പെടൂ. അഭിഷേകം ഒരിക്കൽ പ്രാവശ്യം ഉണ്ടായില്ല, അത് ചോർന്നു പോകും. ഇന്നലെ പാസ്റ്റർ പറഞ്ഞ പോലെ എണ്ണ ഒത്തിരി ഒപ്പിയെടുക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ദൈവസഭയ്ക്കകത്തുണ്ട്. മാനസാന്തരപ്പെടൂ, മാനസാന്തരപ്പെടൂ. ഹല്ലേലൂയ. ദാവീദിൻ്റെ മേൽ അഭിഷേകം ഒരു പ്രാവശ്യമല്ല, പലവട്ടം വീണതാ, പലവട്ടം അഭിഷേകം വീണ. എന്നാൽ ഒരു ദിവസം അവൻ നിലവിളിക്കാൻ തുടങ്ങി, ആമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ, എൻ്റെ അന്യായത്തിൽ നിന്ന് എന്നെ നന്നായി കഴുകണമേ, ഞാൻ ഹിമ പോലെ വിളിക്കേണ്ടതിന് എന്നെ കഴുകണമേ കർത്താവേ. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ഞാൻ അനുഗ്രഹിപ്പിക്കണമേ. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എനിക്ക് തരണമേ. രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ. പരിശുദ്ധാത്മാവിനെ എന്നിൽ എടുത്തു കളഞ്ഞല്ലോ, തിരിച്ചു തരണേ. മനസ്സാന്തരപ്പെടുക. വേദപുസ്തകത്തിലെ ഏറ്റവും ബലമുള്ള മനുഷ്യൻ ആരായിരുന്നു? പിള്ളേരോട് ചോദിച്ചാൽ അവർ ചാടിക്കയറി പറയും ശിംശോനായിരുന്നു. ആടി അലറി വന്ന സിംഹത്തെ അവൻ വലിച്ച് ഒരു ദൂരെ എറിഞ്ഞു. ആടിക്കുഴഞ്ഞു വന്ന ദലീല കൊച്ചമ്മയുടെ മടിയിൽ അവൻ തല വെച്ച് സുഖിച്ചു. ആത്മാവ് വിട്ടുപോയത് അറിഞ്ഞതേയില്ല. പണ്ടത്തെ കുലുക്കമൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഒന്നുമില്ല. പിറ്റൊക്കെ അങ്ങ് അടിച്ച് തകർത്ത് ചൂക്കാത്തൂറ് ഒക്കെ ചാട്ടമുണ്ട്, ഒരു ഭൂതം അനങ്ങുകയില്ല.
ഒരു ഊതു എവിടാ? പക്ഷെ അവൻ മാനസാന്തരപ്പെടാൻ തയ്യാറായി. ശത്രുക്കളെല്ലാം കൂടെ കണ്ടപ്പം അവൻ മാനസാന്തരപ്പെടാൻ തയ്യാറായി. ശത്രു പറിച്ചെടുത്ത ആ കണ്ണ് തടങ്ങളിൽ നിന്ന് നിലവിളിയോടെ, എൻ്റെ ദൈവമേ എന്നെ ഒരിക്കൽ കൂടെ ഓർക്കണേ എന്ന് പറഞ്ഞവൻ കരയാൻ തുടങ്ങിയപ്പോൾ ആ കണ്ണുകൾ നഷ്ടപ്പെട്ട ആ കൺകുഴിക്കകത്തൂടെ ഒഴുകി വന്ന കണ്ണുനീര് കണ്ടപ്പോൾ ഹല്ലേലൂയ, സ്വർഗത്തിന് കനി തോന്നി. ഹൃദയത്തെ തകർന്ന് നുറുങ്ങിയുമുള്ള ഹൃദയത്തെ നിരസിക്കാത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ പ്രതിഷ്ഠയുടെ മുടി അല്പം കൂടെ വളർന്നു വരാൻ നീ അനുവദിക്കുമെങ്കിൽ, നിന്റെ സമർപ്പണം അല്പം കൂടെ ശക്തമാകുമെങ്കിൽ, ഒരു മടങ്ങി വരവിന് നീ ആഗ്രഹിക്കുമെങ്കിൽ ദൈവം നിന്നെ ഓർക്കും. ദൈവം നിന്നെ ഓർക്കും. ഈ എക്സ്പെക്റ്റ് വിശ്വാസത്താല ഈ ആത്മാവിനെ നാം പ്രാപിച്ചത്. വേറെ ഒരു മിമിക്കൊണ്ടും പരിശുദ്ധാത്മാവ് ഒരുത്തലും ഞങ്ങൾ ആരൊക്കെ കുലിക്കാലും നിങ്ങൾക്കാർക്കും ആത്മാവ് കയറിയല്ല. സ്തോത്രം. എന്നാൽ ഒരു കാര്യം, നീ വിശ്വാസത്തോടെ ഒരിക്കൽ കൂടെ നോക്ക്, ഒരിക്കൽ കൂടെ ദൈവത്തോട് നോക്ക്. ദൈവത്തിൽ നിന്ന് പ്രതീക്ഷയോടെ അല്ലേ വന്നേ. ഇന്ന് ദൈവം എന്നെ വ്യത്യാസപ്പെടുത്തും. ഈ കോൺഫറൻസ് കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ഞാൻ ആളും മാറിപ്പോകും. ആമേൻ, ആമേൻ. ശൗല്യമുണ്ടോ ഈ പ്രവാചകഗണത്തിൽ എന്ന് ചോദിക്കുമാറ്, ആമേൻ, രൂപാന്തരം വരുത്താൻ കഴിയുന്ന സ്വർഗത്തിൻ്റെ സന്നിധിയിൽ നീ പ്രതീക്ഷിക്കാൻ തയ്യാറാകുക. ആസ്ക്. നിങ്ങൾ എന്നിൽ വസിക്കുമെങ്കിൽ, ഞാൻ നിങ്ങൾ വസിക്കുമെങ്കിൽ, എൻ്റെ വചനം നിങ്ങൾ വസിക്കുമെങ്കിൽ, നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, ആമേൻ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ഇച്ഛിക്കുന്നെങ്കിൽ, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം ആമേൻ അളവില്ലാതെ ആത്മാവിനെ പകരുന്ന, വിശ്വസിക്കുന്നവർക്ക് കൊണ്ട് ബലത്തോടെ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ പകർച്ചയയക്കുന്ന ആസ്ക് ആൻഡ് ഡ്രിങ്ക്. ദാഹമുള്ള എത്ര പേരുണ്ട്? ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ സൗജന്യമായി വാങ്ങിക്കുടിക്കട്ടെ. തിരുവെഴുത്ത് പറയുന്ന പോലെ അവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും. ആമേൻ. നമുക്ക് വേണ്ടി മാത്രമല്ല, എക്സ്ട്രാ ഓയിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ എക്സ്ട്രാ ഓയിൽ. വൈ? yield yourself. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തണേൽ സ്നാപകൻ്റെ കൈക്കിൽ കീഴ്പ്പെട്ട് കൊടുക്കണം. വഴങ്ങാത്തവനെ ഞങ്ങൾ മുക്കിയിട്ടുണ്ട്. കാരണം അത് ഞങ്ങളുടെ പ്രസ്റ്റീജാണ്. എല്ലാവരും ഞങ്ങളെയാണ് നോക്കുന്നത്. ഈ മുക്കുമ്പം അവൻ്റെ തല ഇച്ചിരി മുകളിലിരുന്നാൽ പാസ്റ്റർ എന്തോ ചെയ്തേ, എങ്ങനെ സ്നാനപ്പെടുത്തുന്നൊക്കെ ചോദിക്കും. അപ്പം പിന്നെ ഞങ്ങൾക്കൊരു വേലയുണ്ട്. നിങ്ങളെല്ലാം മുകളിലാണ് നോക്കുന്നേ. എന്നാലുണ്ടല്ലോ, ഞങ്ങളുടെ കാല് താഴെ വെള്ളത്തിനടിയില്ല, ഒരു തട്ട് കൊടുക്കും, വഴങ്ങും. അങ്ങനെ ഒത്തിരി എണ്ണത്തെ വഴക്കി മുക്കിയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ്, ആമേൻ, കർത്താവിൻ്റെ അടുക്ക വന്ന് പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനപ്പെടണമെങ്കിൽ അവനിങ്ങനെ പരിപാടിയൊന്നും കാണിക്കില്ല. കീഴ്പ്പെടുത്തിയേ മതിയാകൂ, സമർപ്പിച്ചേ മതിയാകൂ. ആമേൻ, സ്തോത്രം. ഡബിൾ പങ്ക് വേണോ, ഇരട്ടി പങ്ക് വേണോ, അവസാനത്തെ സ്റ്റെപ്പ് വരെ പോകാൻ തയ്യാറാകൂ. അവൻ നിങ്ങളെ നിശ്ചയമായും ഇരട്ടി പങ്കുകൊണ്ട് അലങ്കരിക്കും. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എങ്ങും പറയാതെ അങ്ങും ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒത്തിരി നിങ്ങളോട് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ ചർച്ചിൽ പിന്നെ വന്ന് പറയാം.